ഈ സജന ഫിറോസിൽ നിന്ന് സജന നൂറിലേക്കുള്ള മാറ്റം അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയല്ലേ? തീർച്ചയായിട്ടും എനിക്കിഷ്ടമാണ് ആ പേര്. ഉമ്മയുടെ പേരല്ലേ അത്. ഇനി എത്ര തേച്ച് മാറ്റിയാലും നമ്മൾ ഉമ്മയുടെ പേര് ഒരിക്കലും മാറാൻ പറ്റൂലല്ലോ. ഈ കുട്ടികളെ പ്രതീക്ഷിച്ചിട്ടാണോ ഡൈവോഴ്സ് അങ്ങനെയൊന്നുമില്ല. ഒരു ഡിസിഷൻ എടുക്കാൻ തോന്നി, അപ്പോൾ ഒരു ഡിസിഷൻ എടുത്തു. പോസിറ്റീവ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത്. കാരണം നമ്മൾ എത്രയോ പേര് ലൈഫിൽ കാണുന്നത് അടിച്ച് പിരിഞ്ഞ് മൊത്തത്തിൽ അങ്ങനെ പോകാതിരിക്കുന്നതിനെക്കാട്ടും ബെറ്റർ ഹാപ്പി ആയിട്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുന്നതിനെക്കാട്ടും ആ ഒരു ഘട്ടം വരുമ്പോൾ നമ്മളവിടെ ബ്ലോക്ക് ചെയ്യും. ഈ സ്ട്രഗിൾ ചെയ്തോ അല്ലെങ്കിൽ വിഷമിച്ചോ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണ് അവിടെ വെച്ച് നിർത്താം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇല്ലാതായിപ്പോവും. ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ ഇല്ലാതായിപ്പോവും. അതുകൊണ്ട് ആ ടൈമിൽ ഞങ്ങൾ നിർത്തി. ഞങ്ങൾക്ക് നല്ലൊരു പേരൻസായി നല്ലൊരു ഫ്രണ്ടായി ഞങ്ങളിപ്പോൾ നിൽക്കും. ഈ ബിഗ് ബോസിനുള്ളിൽ തന്നെ നിങ്ങളുടെ ചെറിയ പൊരുത്തക്കേടുകളൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടാണ്. എന്തെങ്കിലും പ്രേക്ഷകരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടായോ ഇതിനെ സംബന്ധിച്ചെന്തെങ്കിലും? പിരിയുന്നതിനെ കുറിച്ച് എനിക്കൊന്ന് പോസിറ്റീവായിട്ട് ആൾക്കാർ പറയുന്നത്. കാരണം നമ്മൾ കൂടുതലും ഭൂരിപക്ഷം കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രഗിൾ ചെയ്ത് എത്ര പ്രശ്നം ഉണ്ടെങ്കിലും എന്തൊക്കെ വന്നാലും സ്ട്രഗിൾ ചെയ്ത് ലൈഫ് കൊണ്ടുവന്നതാണ് ലേഡീസ് എന്ന് പറഞ്ഞത്. അപ്പം എല്ലാവരും സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ കറക്റ്റ് ഡിസിഷൻ രണ്ടുപേരും എടുത്തെന്നാണ് പറയുന്നത്. കറക്റ്റ് ടൈമിൽ തന്നെ എടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾക്ക് മുഖത്തോട് നോക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്താൽ വീഡിയോ കോൾ വരും, സംസാരിക്കും, പിള്ളേരുടെ കാര്യങ്ങൾ ആക്റ്റീവാണ്. ഞങ്ങൾക്ക് നല്ല ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അല്ലല്ല, ഞാൻ സജന ഫിറോസ് ആയിരുന്ന സമയത്ത് തന്നെ മൂവിയിലുണ്ടായിരുന്നു. മൂവിയൊക്കെ വരുന്നു ആ സമയത്ത് തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മൂവി ഫിലിം അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലോട്ട് ഞാൻ വരുന്നത് തന്നെ ഈ പറഞ്ഞ കണക്ക് ഫിറോസൊക്കെ വന്നതിന് ശേഷമാണ്. അതിന് മുമ്പേ ഒരു ജോബ്, അതായത് ഫോക്സ് CRM ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അതിന് ശേഷം എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വന്നത്. കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തെന്ന് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരുടെയും നല്ലൊരു അഭിപ്രായം. കാരണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കാണുന്നത് ഞാനും ഫിറോസുക്കായും മുഖത്തോട് നോക്കാൻ പറ്റാതെ ഭയങ്കര പ്രശ്നമായിട്ട് അടി ഉണ്ടാക്കേണ്ട ഗതികേടും പിന്നെ മുഖത്തോട് നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിന് മുമ്പേ ഞങ്ങൾക്ക് നിർത്തിയതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. സ്വരച്ചേർച്ചകൾ വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ തന്നെ നമുക്കത് നിർത്തുന്നതായിരിക്കും ബെറ്റർ. ഇനിയിപ്പം നമ്മുടെ സ്വന്തം എക്സ്പെൻസസ് ഒക്കെ ആവില്ലേ, എങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ നമുക്ക് വർക്ക് അല്ലെങ്കിലും നേരത്തെയും വർക്ക് എനിക്കും ഫിറോസുക്കാർക്കും വർക്കുകൊണ്ട് ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും ഇൻഡിവിജ്വൽ പേയ്മെൻ്റ് ആണ്. നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു ബേർഡനായിട്ട് തോന്നുന്നില്ല. കാരണം വർക്ക് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട്. ഇനിയിപ്പം ഒരുപാട് ഓഫേഴ്സും ഒരുപാട് ചാൻസസ് ഒക്കെ ഇനിയിപ്പം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാൻ തുടങ്ങി. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുറേ ഡ്രീംസ് ഉണ്ട്. എൻ്റെ പിള്ളേരെ കൊണ്ടുപോവുക, എൻ്റെ ഉമ്മാനെ എനിക്ക് 2 കൈകളിൽ ഇങ്ങനെ കറക്കണം, അവർ ലോകം മൊത്തം കാണിക്കണം. ഇതൊക്കെയാണ് എൻ്റെ ഡ്രീം. ഇപ്പം കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടി ഫോക്കസ് ചെയ്യുക, എൻ്റെ ഉമ്മ ചെയ്ത കണക്ക്. ഫാമിലിയായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണോ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും ഒട്ടും ഇക്കാൻ്റെ വീട്ടുകാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ വീട്ടുകാർക്ക് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ പോയാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ മരുമക്കൾ ഇത് തന്നെയാണ്. ഇക്കാൻ്റെ ആയാലും ഇക്കാൻ്റെ കുഞ്ഞുമ്മ ആയാലും ഇക്കാൻ്റെ ഉമ്മിച്ച ആയാലും ഇക്കാൻ്റെ സിസ്റ്റർ ആയാലും ബ്രദർ ആയാലും ഇവരെല്ലാം എൻ്റെ മാറി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഫിറോസുക്കാടെ ഉമ്മ എൻ്റെ ഉമ്മ ആയിരുന്നു. ഫിറോസുക്കാടെ വാപ്പ എൻ്റെ വാപ്പ ആയിരുന്നു. ഫിറോസുക്കാടെ സിസ്റ്റർ എൻ്റെ ഓൺ സിസ്റ്റർ ആയിരുന്നു, ബ്രദർ ആയിരുന്നു. കുഞ്ഞുമ്മമാർ എൻ്റെ കുഞ്ഞുമ്മമാരെ പോലെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ള സാധനം ഞാൻ മാറ്റുക ആണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവർക്ക് ഞാനൊരു മരുമോള് അല്ലെങ്കിൽ ഒരു നാത്തൂൻ അല്ലെങ്കിൽ ഒരു മകൾ എന്നുള്ളൊരു സാധനം അവർക്ക് മാറിയിട്ടില്ല. എൻ്റെ വീട്ടിലായാലും അതേ സെയിം സാധനം. ഞങ്ങൾ രണ്ടുപേരും മാത്രം എടുത്തൊരു ഡിസിഷൻ എന്നേ ഉള്ളൂ. ബാക്കി എല്ലാവരും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഏതാ? ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനത്തെ റോളുകൾ എനിക്ക് താല്പര്യമില്ല. എനിക്ക് അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി വേണ്ട. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തമിഴിലൊന്നും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പേയ്മെൻറ്റ് പറഞ്ഞപ്പം അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, അതിൻ്റെ മറുപടി പറഞ്ഞു, നിങ്ങൾ മൂവി അല്ല എടുക്കാൻ നിൽക്കുന്നത്, നിങ്ങൾ അതിലും പേര് നിങ്ങൾ വേറെ ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു നല്ലൊരു ഡയറക്ടറും നല്ലൊരു പ്രൊഡ്യൂസറും അല്ലെങ്കിൽ നല്ലൊരു ആക്ടേഴ്സും എല്ലാം ആണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന അവരുടെ സ്വന്തം മൂവിയാണ്. അവർ ആ മൂവി കുഞ്ഞുങ്ങളെ പോലെ ഒരു കുഞ്ഞ് വരുന്നതിന് തുല്യമാണ്. ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പക്ഷേ ഈ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ സിനിമയല്ല ആഗ്രഹിക്കുന്നത്. അവർക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റിനായിരിക്കും ഈ സിനിമ ഇറക്കുന്നത്, പൈസ ഇറക്കുന്നത് അങ്ങനത്തെ ഡയറക്ടർമാരായിരിക്കും. അങ്ങനത്തെ മൂവി പോയി അഭിനയിക്കുന്നതിനെക്കാട്ട് പോയി മരിക്കുന്നതല്ലേ വേദം.
അതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ മൂവി എനിക്ക് വരണ്ട. വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എടുത്ത് ഞാൻ കാണിച്ചു കൊടുക്കും അവരുടെ ഫോട്ടോസ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇപ്പം അവരെല്ലാവരും കൊല്ലത്തുണ്ട്, കുഞ്ഞുങ്ങളായിട്ട് പുറത്ത് പോയേക്കോ, മോനെല്ലാമായിട്ട് പുറത്ത് പോയേക്കോ, ക്രിസ്മസ് അല്ലേ, അപ്പം അവരവിടെയാണെന്ന് പറഞ്ഞ് വിളിച്ച് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ബൈ. സോറി ബൈ.